തിരുവനന്തപുരം ഞാണ്ടൂർ കോണത്തിന് സമീപത്തായിട്ടാണ് ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 7 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻവശത്തുള്ള റോഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. ഞാണ്ടൂർ കോണം ജംഗ്ഷൻ കഴിഞ്ഞ് പോത്തങ്കോട് റോഡിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വരുമ്പം തന്നെ വലത്തോട്ട് കാണുന്ന വഴി, ആ റോഡ് വഴി നമുക്ക് കുറ്റിയാണിയൊക്കെ പോകാൻ സാധിക്കും. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത്. ആ ഒരു മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 800-850 മീറ്റർ വരുമ്പം തന്നെ വലത്തോട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഞാൻ ഈ വീഡിയോയിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു 100-150 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട് എത്താൻ സാധിക്കും. നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു പ്രോപ്പർട്ടി വേണം, കമ്പാരിറ്റീവ്ലി ചെറിയ ബഡ്ജറ്റിന് വേണമെന്നുള്ളവർക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ശ്രീകാര്യത്ത് നിന്ന് പൗടിക്കോണം വഴി ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ റോഡിൻ്റെ വൈഡനിങ് വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൗടിക്കോണം ജംഗ്ഷനിലെ കടമുറികളെല്ലാം പൊളിച്ച് നല്ല വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണം വന്നിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം. അപ്പോൾ ആ ഒരു റോഡിൻ്റെ വൈഡനിങ്ങിനൊപ്പം തന്നെ പൗടിക്കോണം ജംഗ്ഷൻ്റെ വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് MC റോഡിൽ നിന്ന് ഈസി ആക്സസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചേങ്കോട്ടോണം വഴി നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ആ രീതിയിലൊക്കെ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനിൽ കമ്പാരിറ്റീവ്ലി, അതായത് 7 സെൻറ്റ് 2500 സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് ശ്രീകാര്യം ജംഗ്ഷൻ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 130, 140 ഒക്കെ പോകുന്നിടത്ത് 1 കോടി രൂപയ്ക്ക് താഴേക്കുള്ള വിലയിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും. മുൻവശം നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഇതാ ഈ രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഗാർഡനിങ്ങിനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് പറയുന്ന വിലയിൽ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ഉൾപ്പെടെ ചെയ്ത് നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം. ഇത് അവർ നേരത്തെ ചെയ്യാത്തതിന് കാരണം ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കസ്റ്റമർ എടുക്കുന്ന മുറയ്ക്ക് അവരതിൻ്റെ ആ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് പൂർണ്ണമായിട്ടും തീർത്ത് തരുന്നുണ്ടാവും. നമുക്കിത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത്. മുൻവശത്തുള്ള വാതിലെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കിൻ തടിയിലാണ്. അല്ലാണ്ട് അകത്തേക്കുള്ള വർക്കുകളൊക്കെ മഹാഗണിയിലും ആഞ്ഞിലിയിലുമാണ് ബാക്കിയുള്ള തടിപ്പണികൾ ചെയ്തിട്ടുള്ളത്. 2500 സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നല്ലതുപോലെ സ്പേസ് കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യും. ഇതാ ഈ കാണുന്നത് പോലെയാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മിനിമൽ ആയിട്ടുള്ള ലൈറ്റ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് സീലിംഗ് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്യാവുന്നതാണ്. കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് ഒരു പാറ്റിയോയിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ആ പാറ്റിയോയുടെ വർക്കും ഞാൻ ഇന്ന് പറയുന്ന വിലയിൽ ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും വരുന്നത്. എങ്ങനെയാ വെച്ചാൽ ഇവിടെ നിന്ന് ഇനി ഒരു ഗ്രാസ് വർക്കൊക്കെ ചെയ്ത് ഒരു പാറ്റിയോ നീറ്റായിട്ട് ചെയ്ത് അടിപൊളിയാക്കി തരുന്നുണ്ടാവും. അപ്പോൾ ആ സൈഡിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് വർക്കുകളും അവർ തന്നെ പണി ചെയ്ത് നീറ്റാക്കി തരും. കിച്ചൺ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, ഒത്തിരിയധികം സ്റ്റോറേജ് കാണാം. ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ വർക്ക് ഏരിയ വരും. പിൻവശത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഒരു അടുക്കള തോട്ടമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീടിന് പിൻവശത്തേക്ക് നല്ലതുപോലെ തന്നെ സ്ഥലം കിട്ടുന്നുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറും ഉണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ള കിണറാണ് നമുക്ക് പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ ടൈൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സൊമാനി പോലുള്ള പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിത് അതുപോലെ ഈ വാഷേരിയിലിരിക്കുന്ന സാനിറ്ററി വെയർ അടക്കം എല്ലാം ജാഗ്വാറിൻ്റെയും കോളറിൻ്റെയും ഫിറ്റിങ്സ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസ് ഉണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഞാൻ പറഞ്ഞതുപോലെ ജാഗ്വാർ പോലുള്ള പ്രീമിയം ബ്രാൻഡ്സ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരും. വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ വലിയൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ സിമിലർ ഫിറ്റിംഗ്സ് ആണ് കേട്ടോ. ജാഗ്വാർ, ഈ ഫ്ലഷ് യൂണിറ്റ് ഒക്കെ വരുന്നത് ഗ്രോഹയാണ്. ഈ പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാർ പോലെ പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ കയറി വരുമ്പോൾ ഈ കാണുന്ന ഫാൻസി ലൈറ്റ് ഉണ്ടോ, ഈ സെയിം ഡിസൈനാണ് ഞാൻ വീട്ടിലിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ഈ റെയിലിംഗ് വന്നിട്ട് ഇതുപോലെ വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നല്ല ഈ രീതിയിൽ നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. മേളിലേക്ക് വരുമ്പോഴും നമുക്ക് നല്ല വലിയൊരു കോമൺ സ്പേസ് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് 2 ബെഡ്റൂംസ് താഴത്തെ നിലയിൽ വരുന്ന ആ ഒരു സെയിം ലേഔട്ടിൽ തന്നെ ഈ ഭാഗത്തായിട്ട് ആദ്യത്തെ ബെഡ്റൂം കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ഫിറ്റിംഗ്സ് ആണ് കേട്ടോ. വീണ്ടും കാണിച്ച് നമുക്കൊരു ആവർത്തന വിരസത ഒഴിവാക്കാം. ഈ ഭാഗത്തായിട്ട് 2ാമത്തെ ബെഡ്റൂം കാണാം. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിലുള്ള റൂമാണ്. നമുക്കിതിലൊരു ഡിഫറൻസ് വരുന്നത് ബാത്റൂം ആ ഭാഗത്തായിട്ട് വരും. ഇതിനൊരു ബാൽക്കണി ആക്സസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന്
നമുക്കിതാ ഇങ്ങനെ ഒരു ബാൽക്കണിയിലേക്ക് വരാൻ സാധിക്കും. ഇതല്ലാണ്ട് നമ്മുടെ കോമൺ സ്പേസിൽ നിന്ന് വേറൊരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വിഷ്വൽ ഈ രീതിയിലാണ് വരുന്നത്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസാണ്. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ടെറസിലേക്ക് എൻട്രിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിൻവശത്ത് നിന്നുള്ള വ്യൂ വരുന്നത്. ശരിക്കും വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. എന്നു വെച്ചാൽ നമുക്ക് വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സ്ഥലവും ഉണ്ട്, ചുറ്റുവട്ടം നിറയെ വീടുകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ ഒച്ചപ്പാടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ലൊക്കേഷൻ. നമുക്കിനി ദാ ഈ കാണുന്നത് പോലെ നമ്മുടെ കോമൺ സ്പേസിൽ നിന്ന് ദാ ഇങ്ങനെ ഒരു വലിയൊരു ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയാലും ദാ സീലിങ്ങിൽ നോക്കി ഇതുപോലെ ലൂവേഴ്സൊക്കെ വെച്ച് നീറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ രീതിയിലൊരു സീലിംഗ് വർക്ക് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി ഏരിയയാണ് വരുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാലും നേരത്തെ ആ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള സെയിം വിഷ്വൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. ഇവിടെ നല്ല സാധ്യതയുള്ള ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണം റോഡിൻ്റെ വൈഡനിങ് വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, സൈഡെല്ലാം പൊളിച്ച്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പൗടിക്കോണം ജംഗ്ഷൻ തൊട്ട് ഏകദേശം കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് റോഡ് അതേ രീതിയിൽ തന്നെ വൈഡനിങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ശ്രീകാര്യത്തെ ഫ്ലൈ ഓവറിൻ്റെയൊക്കെ വർക്ക് ആവുന്നതിനനുസരിച്ചിട്ട് അവിടെ നിന്നൊക്കെ നമുക്ക് ഈ പൗടിക്കോണം ഞാണ്ടൂർ കോണത്തേക്കൊക്കെ വളരെ പെട്ടെന്ന് എത്താവുന്ന കണ്ടീഷനിലേക്ക് റോഡ് വൈഡനിങ് ആവുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ വിലയ്ക്കൊന്നും ഈ ലൊക്കേഷനിൽ കിട്ടാനും സാധ്യത കുറവാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. ഇപ്പം നിങ്ങൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. 98 ലക്ഷം രൂപയ്ക്ക് 7 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ ഈ വീട് സ്വന്തമാക്കാം.